പുട്ടും ചെറുപയറും കറി എന്ന് പറയുമ്പോൾ മുഖം ചൊളിക്കുന്ന പിള്ളേർക്ക് ഈ കറി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. തേങ്ങ വാങ്ങാൻ ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് തേങ്ങ ഇല്ലാത്തൊരു ചെറുപയർ കറി ആക്കാമെന്ന് ഞാൻ ഇന്ന് വിചാരിച്ചു. അതിനായി ചെറുപയർ ഞാൻ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് ചെറുപയർ എടുത്തത്. അത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേറൊരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും 2 വറ്റൽമുളകും കറിവേപ്പില ഇട്ട് അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഒരു 10 ചെറിയ ഉള്ളി ഞാൻ ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ അത് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളി അതിലേക്ക് ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയെല്ലാം ചെറുപയറിലേക്ക് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രാവിലെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ ചെറുപയർ കറി